റവല്യൂഷണറി ഗാർഡ് മേധാവിയുടെ ചില പ്രതികരണങ്ങൾ ഇപ്പോൾ ലഭ്യമാകുന്നുണ്ട്. ദ എനിമി ഈസ് ലോഞ്ചിങ് സൈക്കോളജിക്കൽ ഓപ്പറേഷൻസ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ശക്തമായ തിരിച്ചടി ഉണ്ടാകും എന്നും പറയുന്നു. കാത്തിരിക്കുകയാണ്, റൂമേഴ്സിന് പിറകെ പോകുന്നില്ല, കൃത്യമായ തെളിവുകളോടെ ആയിരിക്കും പ്രതികരണം. അങ്ങനെയാണെങ്കിൽ ശക്തമായ തിരിച്ചടി എന്ന് IRGC കമാൻഡർ പറയുന്നു. അപ്പോൾ ഇറാൻ ഇതിന് പിന്നിൽ ആര് എന്ന് മനസ്സിലാക്കിയാൽ, അവർക്ക് ഉറപ്പ് ലഭിച്ചാൽ തിരിച്ചടിക്കും എന്നതാണോ? അങ്ങനെ വേണം കരുതാൻ. കാരണം പെട്ടെന്നൊരു യുദ്ധത്തിലേക്ക് ചാടി പുറപ്പെടാൻ, ഇത് വലിയ വായിലെ വർത്തമാനം പറയുന്നതല്ലാതെ ഒരു യുദ്ധത്തിലേക്ക് ചാടി പുറപ്പെടാൻ ഇറാൻ പോലും തയ്യാറാവില്ല. തയ്യാറായിരുന്നു എങ്കിൽ തീർച്ചയായും ഹമാസിനെ ഇസ്രായേൽ ആക്രമിക്കുമ്പോൾ ഇറാൻ രംഗത്ത് വരുമെന്ന് പലരും പ്രതീക്ഷിച്ചു. അതിശക്തമായ പ്രസ്താവനകളാണ് ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് തലവന്റെ ഭാഗത്തു നിന്നും ഇറാന്റെ പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതിശക്തമായ ചില വാചകങ്ങളാണ്. അത് വെച്ച് നോക്കുമ്പോൾ ഇറാൻ സംയമനം പാലിക്കുകയായിരുന്നു. ഓർക്കുക, ഇറാന് സാമാന്യം ശക്തമായ നാവികസേനയും വ്യോമസേനയും ശക്തമായ ആർമി സംവിധാനവുമുണ്ട്. ഇസ്രായേലിനോട് ഏറ്റുമുട്ടാൻ കഴിയുന്ന ഏറ്റവും ശക്തമായ മുസ്ലിം രാജ്യം ഇറാൻ തന്നെയാണ്. പക്ഷെ ഓർക്കുക, ഇവിടെ അടുത്തുള്ള ഇസ്രായേലിന് തൊട്ടു ചുറ്റുമുള്ള ലെബനൻ ആകട്ടെ, സിറിയ ആയിക്കൊള്ളട്ടെ, അതുപോലെ സൗദി അറേബ്യ ആകട്ടെ, ഇവിടെ എല്ലാം തന്നെ സുന്നികളുടെ സ്വാധീനം വളരെ കൂടുതലാണ്. പക്ഷേ ഇറാൻ ഒരു ഷിയ രാജ്യമാണ്. ഇറാന്റെ നിയന്ത്രണത്തിലുള്ള ഷിയ മിലിഷ്യകൾ പലയിടത്തും നിന്നുകൊണ്ട് ഇസ്രായേലിനെതിരെ പോരാടുന്ന കാഴ്ച നമ്മൾ കാണുന്നു. അത് ഒറ്റപ്പെട്ട പോരാട്ടങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ഇവരെല്ലാം ഒരുമിച്ച് ചേർന്നാൽ അതൊരു വലിയ ശക്തിയായി മാറുകയും ഇസ്രായേലിനെ പല തലങ്ങളിൽ നിന്നുകൊണ്ട് ഫൈറ്റ് ചെയ്യേണ്ടി വരികയും ചെയ്യും. ആ ഒരു അന്തരീക്ഷം മധ്യപൗരസ്ത്യ പ്രദേശത്തെ ആകമാനം വലിയ സംഘർഷാവസ്ഥ സൃഷ്ടിക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത് എന്ത് വില കൊടുത്തും ഒഴിവാക്കേണ്ടത് അമേരിക്കയുടെ ആവശ്യമാണ്. കാരണം അറബ് ലോകവുമായി ചങ്ങാത്തം പാലിക്കുന്ന അമേരിക്കയ്ക്ക് എങ്ങനെയാണ് ഇതിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകേണ്ടത് എന്ന് വലിയ നിശ്ചയമില്ല. അതുകൊണ്ടാണ് ഇസ്രായേലിനോട് പറഞ്ഞിരിക്കുന്നത്, നിങ്ങളുടെ ആക്രമണം, നിങ്ങളെ ആക്രമിച്ച ഹമാസിന് തിരിച്ചടി നൽകാൻ നിങ്ങൾക്ക് അവകാശമുണ്ട്, ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട്, ഞങ്ങൾ സഹായവും ചെയ്യും. പക്ഷേ ഈ ഗാസയുടെ പ്രവിശ്യ, ആ ടെറിട്ടറി, ആ 365 ചതുരശ്ര കിലോമീറ്ററുള്ള ഗാസയുടെ ഭൂപ്രദേശത്തിന് വെളിയിലേക്ക് ഒരു കാരണവശാലും യുദ്ധം വ്യാപിക്കരുത്. ഇത് കൈക്കൊള്ളാൻ വലിയേട്ടനായ അമേരിക്ക പറയുന്നത് അതുപോലെ കണ്ണുമടച്ച് വിശ്വസിക്കാനും അത് കൈക്കൊള്ളാനും ഇസ്രായേൽ തയ്യാറാകുന്നില്ല എന്നതിന് ഉദാഹരണമാണ് ബെയ്റൂട്ടിലേക്ക് നടന്ന ആക്രമണവും ഡമാസ്കസിലേക്ക്, സിറിയൻ തലസ്ഥാനമായ ഡമാസ്കസിലേക്ക് 2 ദിവസം മുമ്പ് നടന്ന ആക്രമണവും എല്ലാം സൂചിപ്പിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ഹമാസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവ് അറൗറിയുടെ കൊലപാതകം ഉണ്ടായിരിക്കുന്നു. ഇസ്രായേൽ നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇസ്രായേലാണ് പിന്നിലെന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ വിധത്തിലുമുള്ള പ്രകോപനം ഉണ്ടാകുന്നു എന്നതാണ്. ഒരു പുതുവർഷത്തിൽ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് വന്ന സന്ദേശം ഈ യുദ്ധം തുടരും എന്നത് തന്നെയായിരുന്നു. അതനുസരിച്ച് അവർ കാര്യങ്ങൾ കൂടി നീക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ, അല്ലേ? അങ്ങനെ തന്നെ മനസ്സിലാക്കണം രേണുക. ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വളരെ ഒരു ടൈറ്റ് സിറ്റുവേഷനിലാണ്. അദ്ദേഹത്തിന് ആഭ്യന്തരമായ ജനപ്രീതി വളരെ പരിമിതമാണ്. അദ്ദേഹത്തിന്റെ അഭിപ്രായ വോട്ടുകൾ, ഇസ്രായേലിനുള്ളിലെ തന്നെ ഏജൻസികൾ നടത്തിയ അഭിപ്രായ വോട്ടെടുപ്പുകളിൽ എല്ലാം കാണുന്നത് എക്കാലത്തെയും ഏറ്റവും താഴ്ന്ന ജനപ്രീതിയാണ് ബെഞ്ചമിൻ നെതന്യാഹുവിനുള്ളത്. അപ്പോൾ ഈ യുദ്ധം നീട്ടിക്കൊണ്ട് പോവുകയും പരമാവധി പിടിച്ചു നിൽക്കുകയും ചെയ്യാനുള്ള എല്ലാ ശ്രമങ്ങളും നെതന്യാഹുവിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും. കാരണം നെതന്യാഹുവിന് 2 ഉദ്ദേശങ്ങളാണ് പ്രകടമായി പ്രഖ്യാപിത ഉദ്ദേശങ്ങൾ ഉണ്ടായിരുന്നത്. ഒന്ന്, ഹമാസിനെ പൂർണ്ണമായി തകർക്കും. 2, ബന്ദികളെ പൂർണ്ണമായി മോചിപ്പിക്കും. ബന്ദികളെ ഭാഗികമായി മോചിപ്പിച്ചു. പക്ഷേ അത് ഒരാഴ്ച നീണ്ടുനിന്ന വെടിനിർത്തൽ കാരണം ഹമാസുമായി ഏർപ്പെട്ട ഒരു ഉടമ്പടി പ്രകാരമാണ് ഓരോ ദിവസവും 10-15 പേരെ വെച്ച് മോചിപ്പിച്ച് 100ഓളം ബന്ദികളെ മോചിപ്പിച്ചു. പക്ഷേ ഇപ്പോഴും 130-ൽ പരം ബന്ദികൾ ഹമാസിന്റെ കൈവശമുണ്ട്. അതുകൊണ്ട് ഇസ്രായേലിന്റെ ഒന്നാമത്തെ ഉദ്ദേശം നടന്നിട്ടില്ല. രണ്ടാമത്തെ ഉദ്ദേശം ഹമാസിനെ പൂർണ്ണമായി തകർക്കും. 2-ലധികം മാസമായിട്ട് പോലും ഹമാസിനെ പൂർണ്ണമായി തകർക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല. 22,000-ലധികം നിസ്സഹായരുടെ ജീവൻ ഗാസയിൽ പൊലിഞ്ഞു എന്നതല്ലാതെ പൂർണ്ണമായി ഇസ്രായേലിന് യുദ്ധവിജയം കൈവരിക്കാനായിട്ടില്ല. അതിന് ഇസ്രായേൽ പറയുന്ന കാരണം ഹമാസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഒന്നുകിൽ ഖത്തറിലാണ്. ഖത്തറിൽ ആക്രമണം നടത്താൻ ഇസ്രായേലിന് കഴിയില്ല. കാരണം അവിടെ അമേരിക്കയുടെ മിലിറ്ററി ബേസ് ഉണ്ട്, ഹമാസിന്റെ കേന്ദ്രങ്ങളുണ്ട്, സമ്മതിക്കുന്നു. അതുപോലെ തന്നെ ഖത്തർ ഒരു സൗഹൃദ രാജ്യമാണ്, ഇടനില നിൽക്കുന്ന രാജ്യമാണ്. അതുകൊണ്ട് ഖത്തറിൽ ഒളിവിലുള്ള നേതാക്കളെ ആക്രമിക്കാനാവില്ല. പിന്നെ സാധിക്കുന്നത് ബെയ്റൂട്ട് എന്ന ലെബനന്റെ തലസ്ഥാനത്തെ ഒളിവിലുള്ള നേതാക്കളെ ആക്രമിക്കും, ഹമാസ് നേതാക്കളെ ആക്രമിക്കും.
അതുപോലെ സിറിയയുടെ തലസ്ഥാനമായ ദമാസ്കസിൽ നിന്നുകൊണ്ട് ഈ ഹമാസിൻ്റെ ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുന്ന നേതാക്കളെ വധിക്കും. അതുകൊണ്ട് അയൽ രാജ്യങ്ങളെ 2 രാജ്യങ്ങളെ ഇസ്രായേൽ ടാർഗറ്റ് ചെയ്യുന്ന കാണുന്നു. അതുകൊണ്ട് ഇത് അമേരിക്കയുടെ കൈപ്പിടിയിൽ നിൽക്കാത്ത രീതിയിലേക്ക് ഈ സംഘർഷം ഇസ്രായേൽ ഏകപക്ഷീയമായി വ്യാപിപ്പിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഇപ്പോൾ ചില പുതിയ റിപ്പോർട്ടുകൾ കൂടി വരുന്നുണ്ട്. ഏതൊരു യുദ്ധത്തിന്റെയും ആക്രമണത്തിന്റെയും ഒക്കെ ആദ്യ കാഷ്വാലിറ്റി കുട്ടികളാണ് എന്ന് പറയും. കുട്ടികൾ, ഈ കൊല്ലപ്പെട്ടവരിൽ കുട്ടികൾ ഉണ്ട് എന്ന വിവരം പുറത്തു വരികയാണ്. അൽ ജസീറ അക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നു. ഒപ്പം 3ാമതൊരു സ്ഫോടനത്തിന് കൂടി പദ്ധതിയിട്ടിരുന്നു എന്ന തരത്തിലുള്ള വിവരങ്ങളുണ്ട്. പക്ഷേ അത് ഇറാൻ സെക്യൂരിറ്റി ഫോഴ്സ് ഡിഫ്യൂസ് ചെയ്തു എന്നതാണ് വരുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ വളരെ കരുതിക്കൂട്ടിയുള്ള ആക്രമണം, കൂടുതൽ കാഷ്വാലിറ്റി ഉണ്ടാക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ളൊരു ആക്രമണമായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ, അല്ലേ? യുദ്ധം സംഭവിച്ചാലും ഭീകരാക്രമണം സംഭവിച്ചാലും തിക്തഫലം അനുഭവിക്കേണ്ടി വരുന്നത് നിസ്സഹായരായ ആലംബഹീനരായ വനിതകളും വയോജനങ്ങളും കുട്ടികളും ഒക്കെ തന്നെയാണ്. ഇവിടെ ഭടന്മാർ മരിക്കുന്നതിനേക്കാൾ, സായുധ സൈന്യത്തിലെ അംഗങ്ങൾ പോരാട്ട രണഭൂമിയിൽ മരിക്കുന്നതിനേക്കാൾ വളരെ കൂടുതൽ എണ്ണം സാധുക്കളായ കുട്ടികൾ മരിച്ചു വീഴുന്നത് ലോകത്തെമ്പാടും നമ്മൾ കാണാം. കാരണം നമുക്കറിയാം 20,000 പേര് ഗാസയിൽ മരിച്ചപ്പോൾ അതിൽ ഒരു 1/3 7,000-ലധികം പേരും കൊച്ചുകുട്ടികളാണ്. മറ്റൊരു 7,000 പേര് സ്ത്രീകളാണ്. ഇവരാരും യുദ്ധമുന്നണിയിൽ പ്രവർത്തിച്ച ആളുകളല്ല. അതുകൊണ്ട് നമുക്കറിയാം ഈ ഭീകരാക്രമണത്തിൽ 103 പേരുടെ ജീവൻ പൊലിഞ്ഞതിലും വലിയൊരെണ്ണം കുട്ടികൾ തന്നെയാണ് എന്നത് വളരെ ദയനീയമായ ഒരു കാഴ്ചയാണ്. നിസ്സഹായമായി ഇത് കണ്ടു നിൽക്കാൻ മാത്രമേ കഴിയുന്നുള്ളൂ ലോകരാജ്യങ്ങൾക്ക്. ഇതൊരു സ്വാഭാവിക കാഴ്ചയാണ്. കാരണം ഇൻഡിസ്ക് ടെറർ അറ്റാക്ക് എന്ന് പറയുന്നത് സോഫ്റ്റ് ടാർഗറ്റ്സിനെയാണ് എപ്പോഴും ടെറർ അറ്റാക്സ് ടാർഗറ്റ് ചെയ്യുന്നത്. ഒരു ഫിയർ സൈക്കോസിസ്, ഇതൊരു ശവസംസ്കാര ചടങ്ങാണ്, അല്ലെങ്കിൽ ഇത് ഓർമ്മ ദിവസമാണ്. ശവസംസ്കാര ചടങ്ങല്ല, മരണത്തിൻ്റെ 4ാം വാർഷികത്തിൽ അനുസ്മരണ ചടങ്ങാണ്. ഈ അനുസ്മരണ ചടങ്ങിൽ പങ്കെടുത്ത ആയിരക്കണക്കിന് ആളുകളാണ് പങ്കെടുത്തത്. അവർ ആരും ഒരു ആക്രമണം ആ സമയത്ത് പ്രതീക്ഷിക്കില്ല. ആ സോഫ്റ്റ് ടാർഗറ്റിലേക്കാണ് ആരാണോ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത്, ഇസ്രായേലാണെന്ന് തീർത്ത് പറയാനാവില്ല, ആരാണോ ഇതിൻ്റെ പിന്നിൽ, അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അൺആക്സെപ്റ്റബിൾ ഡാമേജ് ഇൻഫ്ലിക്റ്റ് ചെയ്യുക എന്നതാണ്. ആ കാര്യത്തിൽ അവർ വിജയിക്കുന്ന കാഴ്ച കണ്ടു. തീർച്ചയായും.